രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള IPL പോരിൽ സഞ്ജു സാംസന്റെ പുറത്താവലുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ്. നായകന്റെ കളി കെട്ടഴിച്ച് സഞ്ജുവിന്റെ ഇന്നിംഗ്സിലേറെ ത്രസിപ്പിക്കുന്ന ജയത്തിന് തൊട്ടരികെ രാജസ്ഥാൻ വരെ എത്തിയിരുന്നു. പക്ഷേ ബൗണ്ടറി ലൈനിന് അരികെ സംശയാസ്പദമായ ക്യാച്ചിലൂടെ സഞ്ജു പുറത്തായതോടുകൂടി ഡൽഹി പിടിമുറുക്കുകയും ഒടുവിൽ 20 റൺസിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സഞ്ജുവിനെതിരായിട്ട് ഏതമ്പേറെ തീരുമാനത്തിന് പിന്നാലെ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ട DC ഉടമ പാർത്ത് ജിൻഡലിന്റെ പെരുമാറ്റത്തിനെതിരെ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയ രൂക്ഷമായാണ് ജിൻഡലിനെതിരെ ക്രിക്കറ്റ് ആരാധകർ ആഞ്ഞടിച്ചിരിക്കുന്നത്. 16ാമത്തെ ഓവറിലെ 4ാമത്തെ പന്തിൽ മുകേഷ് കുമാറിന്റെ ബൗളിങ്ങിൽ ഷൈഹോപ്പ് ലോങ്ങണിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ സഞ്ജുവിനെ പിടികൂടി. ആദ്യം ഇതൊരു ക്ലീൻ ക്യാച്ചാണെന്ന് തോന്നിയെങ്കിലും വശങ്ങളിൽ നിന്നുള്ള റീപ്ലേയിൽ തേർഡ് അമ്പയർ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായിരുന്നു. ക്യാച്ച് എടുത്ത ശേഷം നീങ്ങുന്നതിനിടെ ഹോപ്പിൻ്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടുന്നത് കാണാമായിരുന്നു. പക്ഷേ അത് ക്ലീൻ ക്യാച്ചാണെന്നായിരുന്നു തേർഡ് അമ്പയറുടെ തീരുമാനം. ഇത് കണ്ടതോടുകൂടി ഫീൽഡ് അമ്പയറായ അനന്ത പത്മനാഭൻ്റെ അടുത്തേക്ക് വന്ന സഞ്ജുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും വാദിക്കുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു ഗ്യാലറിയിൽ ജിൻഡലിൻ്റെ ആക്രോശം. ഔട്ടാണെന്ന് എഴുന്നേറ്റ് കൈവിരൽ ചൂണ്ടുകയും അദ്ദേഹം സഞ്ജുവിന് നേരെ വിളിച്ചു പറയുന്നത് കാണാമായിരുന്നു. ഇത് സഞ്ജുവിൻ്റെ ആരാധകരെ മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികളെ മുഴുവനുമായും ശുഭിതനാക്കിയിരിക്കുകയാണ്. ഇത്രയും മോശം ടീം ഉടമ വേറെ കാണില്ലെന്നാണ് ക്രിക്കറ്റ് ആരാധകർ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ടീം ഉടമ പാർത്ത് ജിൻഡലും ശരിക്കും വിഡ്ഢിയും അഹങ്കാരിയുമാണ്. എന്ത് തരത്തിലാണ് പെരുമാറ്റിയിരിക്കുന്നത്? സഞ്ജു സാംസന് നേരെ ഗ്യാലറിയിൽ നിന്നും ജിൻഡൽ നടത്തിയ ആക്രോശം IPL ഭരണസമിതി പരിശോധിക്കുക തന്നെ വേണം. മാത്രമല്ല വിലക്കും പിഴ ശിക്ഷയായി നൽകണമെന്നും സോഷ്യൽ മീഡിയ ആഞ്ഞടിക്കുന്നുണ്ട്. ഒരു IPL ഉടമ എങ്ങനെ ആവരുതെന്നതിനുള്ള ഉദാഹരണമാണ് പാർത്ത് ജിൻഡൽ. സഞ്ജു സാംസണെതിരെ യഥാർത്ഥ അധിക്ഷേപമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. തനിക്കെതിരെ തേർഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് സഞ്ജു ഗ്രൗണ്ടിൽ നിന്ന് പോകാൻ ആക്രോശിക്കുകയാണ് ജിൻഡൽ ചെയ്തത്. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിന് ഒട്ടും യോജിച്ച പെരുമാറ്റമല്ലത്. കളിക്കളത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അമ്പയർമാരുണ്ട്. അതിലിടപെടാൻ ജിൻഡലിന് അവകാശമില്ലെന്നും ക്രിക്കറ്റ് പ്രേമികൾ തുറന്നടിച്ചു. പാർത്ത് ജിൻഡലിനെ പോലെ വിവരം കെട്ട ഒരാളെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഉടമയാക്കിയത് എങ്ങനെയാണ്? തേർഡ് അമ്പയറുടെ മോശം തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും അത് ഫീൽഡ് അമ്പയറെ ധരിപ്പിക്കാനും ഏത് തരത്തിലുള്ള അവകാശവും നായകനുണ്ട്. അതിനിടെ ജിൻഡൽ ആക്രോശിക്കുകയും സഞ്ജു ഔട്ടാണ് കയറിപ്പോകുമെന്നും ആജ്ഞാപിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ഏകാധിപതിയെ പോലെയാണ് അയാളുടെ പെരുമാറ്റം. ഇത്തരക്കാരെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കുന്നത് പോലും വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം. എങ്കിലും മാത്രമേ ക്രിക്കറ്റിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.